முதலாளி நாளைக்கு பொங்கல் காலையில் ஃபோன் வந்துருக்கு வீட்டிலேருந்து. கண்டிப்பாக எனக்கு ஊருக்கு போய் தான் ஆகும். 3 மாதம் சம்பளம் பாக்கி எனக்கு தாங்க. நான் இன்னைக்கு கிளம்ப போகிறேன். എതുക്കടാ പാർത്തി ഉനക്ക് ശമ്പളം? എന്റെ പ്രദേശ് ഹോട്ടലിൽ നിന്ന് 4 പൊറോട്ടയും വിജയിന്ന് നൈറ്റിക്ക് കുണ്ടും വാങ്ങി തരുന്നില്ല. പിന്നെ എതുക്ക് ശമ്പളം? കണ്ണാ വേലയെ പാടാ സീക്കിരം. അടുത്ത ആളെടുത്ത് വെട്ടാ മുടിയേ. പിന്നെ എന്താ കളിക്കാനാ ഞാൻ ജോലി ചെയ്യുന്നത്? പാത്രം വക്കട്ടെ. ആ ചുണ്ടേ വിളിച്ചു വരെ ബിരിയാണി. എന്തിനാണ് ഈ വക ചീത്ത മാസികയൊക്കെ ഇവിടെ വാങ്ങി വെക്കുന്നത്? ഇതൊക്കെ ഇവിടെ മേടിച്ചു വെക്കുന്നുണ്ടോ? ഇവനെ പോലുള്ള താടിയില്ലാത്തവന്മാർ ഇവിടെ ഹെവി ചെയ്യാൻ വരുന്നത് അതറിയാവോ നിനക്ക്? ഫുള്ളാണോ? ഫുള്ളാവനെ ഫുള്ളല്ലയോ? എമർജൻസി ആയിരുന്നു. പോയിട്ട് വന്നോ? സമയം എടുക്കൂല്ലേ? ആ സമയം എടുക്കും. ഇല്ല പോയിട്ട് വന്നു. 10 മിനിറ്റ് കഴിഞ്ഞിട്ടോ. 10 മിനിറ്റോ? 10 മിനിറ്റ്. ആ ശരിയാണ്. 10 മിനിറ്റ്. என்னடா பண்ற? நீ இதுக்கு தான் கடைக்கு வந்தியா? கை கேரி பிடிச்சு என்னடா பாதி? கை கேரி பிடிக்க வேணாம். ഇറങ്ങി പോടാ. ഒന്നുമില്ലേ നമ്മുടെ സിസ്റ്റേഴ്സ് അല്ലേ ഏട്ടന്മാരെ? അന്നേരം എവിടെ കടക്കാത്തൊന്ന് അമ്മാടി ഏട്ടന്മാരുണ്ട് കടക്കാത്ത തുടിക്കാൻ വരുന്നത്. അടുത്ത ആളെ വിളിച്ചു ചേട്ടാ. തിരക്കാന്നോ? ആ തിരക്കാന്നല്ലോ ചേട്ടാ. തിരക്കാ. ഒരു 5 മിനിറ്റ്. എമർജൻസി ആയിരുന്നു, അതായിരുന്നു. ഒരു 5 മിനിറ്റ്. ഞാൻ 1-2 കടയിലൊക്കെ നോക്കി. ഇല്ല, ഒരു 5 മിനിറ്റ്. ഒരാളുള്ളൂ, ഒറ്റ ഒരാൾ. ആ പോട്ടെ. ദേഹത്ത് കയറുന്നല്ലോ. നീങ്ങിയിരിക്കാവോ? ഫേഷ്യൽ ഉണ്ട്. പപ്പായ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, സിൽവർ ഉണ്ട്. ഏതാ കടയാ? പപ്പായ ഫേഷ്യലാണ്. പപ്പായ 500 രൂപ. അഡ്ജസ്റ്റ് ചെയ്യാൻ മുമ്പേ അഡ്ജസ്റ്റ് ചെയ്താ പുറമ്പോഴൊക്കെ കൊടുത്തിയാൻ പറ്റും. റേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. റേറ്റ് നമുക്ക് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. 500 രൂപ. 500 രൂപ. എന്റെ ഒരു പപ്പായ ഇരിപ്പുണ്ട്, പാതി വരെയൊക്കെ ചെയ്തു തരാൻ പറ്റുമോ? ഈ അളകളിയൊക്കെ ഇറങ്ങിയാണ് പോടെ ഇറക്കാൻ അവിടെ തുടങ്ങി. നീ ആയിട്ട് തലയിട്ട് തുള്ളണൊക്കെ പോടെ ഇറക്കാൻ എടുത്തോണ്ട് എന്തുകൊണ്ടാ? അല്ലേ വേണ്ട, എന്റെ പഴത്തൊലി ഇരിപ്പുണ്ട്. ഇതൊന്ന് പഴുതല എടുത്ത് നീ കച്ചത്തോട്ട് പോടാ എടുത്തോട്ട് പോടാ അങ്ങോട്ട്. ഞാൻ 2 കൂഴത്തൊക്കെ പറഞ്ഞോട്ടെ. ഇവർക്ക് പ്രാണാണ്. രാവിലെ ഒരു കുണ്ടം വന്നു കയറി, ഇപ്പൊ ഒരു അരവട്ടം വന്നു കയറി. ഇറങ്ങി പോടാ കടയിൽ നിന്ന് ഇങ്ങോട്ട്. അരവട്ടന്മാരെ കൊണ്ട് ചല്ലി വന്നോട്ടെ. ഒന്ന് പോടാ, ജീവിച്ച് പൊക്കോട്ടെ. അതെ, മൂക്കിലെ കാരെന്ന് ഇറങ്ങി പോടാ കടയിൽ നിന്ന് ഇങ്ങോട്ട്. അതും പറ്റത്തില്ലേ? പിന്നെ എന്തോ തന്നെ തുറന്നു വെച്ചോണ്ടിരിക്കുന്നത്. പോയി இதை முடிச்சிட்டு சாப்பிட போறேன். இந்த ஒரு கடையில சாப்பாடு மட்டும்தான் கிடைக்கும் நினைக்கிறேன். சம்பளம் கிடைக்காது. പറ്റുണ്ടോന്ന് അവിടെ? മുത്തൂറ്റിന്ന് ലോണൊക്കെ എടുത്തിട്ടാണ് ഇത് വെട്ടാൻ വന്നത്. ലോണോ? അങ്ങനെ ലോണ്? അല്ല, ലോണിന്റെ കുഴപ്പമില്ല. തൊഴിലുറപ്പിന്റെ കാർഡുണ്ടോ വീട്ടിൽ നടക്കുന്നത്? മറ്റു കാര്യം. ഒരു 5-6 തൊഴിലുറപ്പുകാരെ നിർത്തണം. ഒരു തച്ചിനുള്ള വകയുണ്ട്. ഒക്കെ ഇറങ്ങി അങ്ങോട്ട് പോടാ. അല്ല, ചീപ്പ് ഒരിക്കൽ കിട്ടത്തില്ല. ഇറങ്ങി പോയാൽ എന്താ വെട്ടാൻ ചെയ്യാന്ന്? പിന്നെ അങ്ങോട്ട് ഇറങ്ങുമ്പോ ആ വാവാസുരേഷ നമ്പർ മേടിച്ചു. അവിടെ ആരെങ്കിലും എല്ലാം ഇറങ്ങി കുത്തി കഴിഞ്ഞാൽ അയാളെ പെട്ടെന്ന് വിളിക്കും. കാലയില് വന്നത് മൊത്തം വള്ളിയിൽ തന്നെ. നീ ശമ്പളം ചോദിച്ചത് മട്ടും ഇന്നേക്ക് വള്ളിയിൽ തന്നെ മൊത്തം വന്നത്. அதுக்கடா இப்படி பேசுனது? அல்ல, முதலாளி கூட்டு எல்லாரும் நல்ல மனுஷராக முதலாளி இன்னைக்கு பிரியாணி சாப்பிட ஆசையா இருக்கு. பைசா கிடைக்குமா பிரியாணி? அந்த ஜனகி ஹோட்டல்ல நல்ல மீன்சார சோறு கிடைக்கு. முதலாளிக்கு மட்டும் பிரியாணி தெரியுமா? சீக்கிரமா விட்டு. என்ன முதலாளி? ஓயிரு தம்பி, செல்லடா. വായടാ, തിരക്കുറവുണ്ട്. ഞാൻ എവിടെല്ലാം പോയെന്നറിയാവോ? കുഴപ്പമില്ല, എമർജൻസി ആയിരുന്നു. പാർത്തി ഇതുകൂടെ പാത്തിട്ട് പോടാ. എന്താ മുതലാളി? പാത്തിട്ട് വേണം ഇരിക്കണം. എമർജൻസി
കെട്ട് പാർട്ടി. മുടി വെട്ടാനല്ല, പിന്നെ മുടി വെട്ടാനല്ല, പിന്നെ ഷേവ് ചെയ്യാനായിരുന്നു. അല്ല ഷേവ് ചെയ്യാനല്ല. പിന്നെ പിന്നെ ഞാൻ ഈ കറങ്ങുന്ന കസേരക്കകത്ത് കേറിയിട്ടില്ല, അപ്പൊ എനിക്ക് ഇങ്ങനെ ഒന്ന് കറങ്ങാനായിരുന്നു. എന്ത് അങ്ങനെ വല്ല മൂന്നാമതെല്ലാം പോടാ. ഇറങ്ങാങ്ങോട്ട്. ഇറങ്ങാങ്ങോട്ട്. അത് വൈകിട്ട് ഒരു 5:30 കഴിഞ്ഞ് തിരക്കഴിഞ്ഞു വന്ന് ഇരുത്തു. കഴിഞ്ഞോ? ഇറങ്ങി പോടാ. ഓടാ ഒന്നിരുത്തു, ഇരുത്തിയാ മതി. വേണ്ട വേണ്ട, സീക്കിരം പോടാ. എന്തൊരു മനുഷ്യനാ മുതലാളി. എന്റെ പൊന്ന് പാർട്ടി ഇന്ന് വന്നതെല്ലാം വട്ടന്മാര് തന്നെ. മുതലാളി കൂട്ട് തന്നെ പാർട്ടി ആമാണ്ണേ.